പിന്നെ കാണുന്നത് ഈ ബ്രോഡ് ഷർട്ടുള്ള സിനിമക്കാരൻ്റെ ഷർട്ടിട്ട പെരുമ്പാവൂർ സാറിനെയാണ്. സാറിൻ്റെ അടുത്തിരുന്ന് വീടിൻ്റെ താഴത്തെ നിലയിലിരുന്ന് കുറച്ച് എന്തൊക്കെയോ പാടി, എന്താ പാടിയെന്ന് ഓർമ്മയില്ല, ഒരറിവുമില്ലാതെ എന്തോ പാടി. കുഴപ്പമില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് എന്നെ മേളിലേക്ക് വിളിച്ചിട്ട്, മേളത്തെ നിലയിലായിരുന്നു അന്ന് ക്ലാസ്സൊക്കെ. ഗൗളരാഗത്തിലെ ഗണപതി സ്തുതിയാണ്, കീർത്തനമാണ്, ദീക്ഷിതർ കൃതിയാണ് എന്നെ പഠിപ്പിച്ചത്. ശ്രീ മഹാഗണപതിരവതുമാ ശ്രീ മഹാഗണപതി രവതുമാ ശ്രീദേവിനായകോ. ആ കൃതി ദീക്ഷിതർ കൃതിയാണ് എന്നെ ആദ്യം പെരുമ്പാവൂർ സാർ പഠിപ്പിക്കുന്ന പാട്ട്. പിന്നീട് കുറേ ക്ലാസ്സസ് സാറിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ഭാഗ്യമുണ്ടായി. പലപ്പോഴും ഹയർ ലെവൽസ് ഓഫ് മ്യൂസിക്കിലുള്ള ഹയർ ലെവൽ സ്റ്റുഡൻസിനോടൊപ്പം ഒക്കെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ഇത് സ്വരപ്പെടുത്തി എഴുതാൻ പോലും ആദ്യമൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. ഇതിനി വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചു തീർക്കണമല്ലോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിങ്ങനെ വോളിയം കൂടിക്കൂടി വരുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു സൈഡിൽ പെരുമ്പാവൂർ സാറിൻ്റെ നല്ല ലളിതഗാനങ്ങളോടുള്ള എന്താ പറയുക, ആ മധുരത്തോടുള്ള കൊതി എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അത് കൾമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് സമ്മാനം കിട്ടുന്ന സുഖിയൗവരോ രാമനാമഗീതം പാടും ദക്ഷിണ കാവേരിയോളങ്ങളെ. ഈ പാട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സാറിന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരു കൂടെയുള്ള പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി എന്നോട് തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണയെങ്കിലും രവിക്ക് സമ്മാനം കിട്ടും, ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ജഡ്ജെങ്കിൽ ഉറപ്പായിട്ട് സമ്മാനം കിട്ടും എന്നൊക്കെ സാറിങ്ങനെ ആ കുട്ടിയോട് ഷെയർ ചെയ്തിരുന്ന 1-2 സെൻറ്റൻസസ് ഷെയർ ചെയ്തിരുന്നത് ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സാറിൻ്റെ നാവ് പൊന്നായി എന്ന് തന്നെ പറയാം. ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വിജയമാണ് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ 1ാം സമ്മാനം ലളിതഗാനം.